പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഒരു വചനം ശ്രവിക്കുവാനും അതിനെപ്പറ്റി ഒന്ന് ധ്യാനിക്കുവാനും പരിശ്രമിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായം, അതായത് 28-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവ് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു കൽപ്പനയാണിത്. അവസാനത്തെ കൽപ്പനയാണ്. കർത്താവിൻ്റെ ജീവിതകാലത്ത് കർത്താവ് വേറെയും കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. സ്നേഹത്തിൻ്റേതായ ഒരു കൽപ്പന, പിതാവിനെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, അതോടുകൂടി അയൽക്കാരെ സ്നേഹിക്കുക. ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയിൽ ഈശോ എല്ലാ നിയമങ്ങളെയും സമാഹരിച്ചു. അതുപോലെ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് കർത്താവ് വേറൊരു കൽപ്പന നൽകി. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. സേവനത്തിൻ്റെ ഒരു കൽപ്പന, സ്നേഹത്തിൻ്റെ ഒരു കൽപ്പന കർത്താവ് തന്നു, സേവനത്തിൻ്റെ ഒരു കൽപ്പന കർത്താവ് തന്നു. പിന്നെ ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവസാനത്തെ ഒരു കൽപ്പന കൂടി തന്നു. അതാണ് ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ള കൽപ്പന. ഇത് വളരെ മഹത്വപൂർണമായ ഒരു കൽപ്പനയാണ്. കൽപ്പനയാണെങ്കിൽ അത് അനുസരിക്കണം. മഹത്വപൂർണമാണ് എന്ന് പറയുന്നതിന് ഞാൻ കാരണമായി കാണുന്നത്, കർത്താവിൻ്റെ ഈ വചനം മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമല്ല, മർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും യോഹന്നാൻ്റെയും സുവിശേഷത്തിൽ 4 സുവിശേഷങ്ങളിലും വീണ്ടും വീണ്ടും കാണുന്ന ഒരു കൽപ്പനയാണിത്. മർക്കോസിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ 16-ാം അധ്യായത്തിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും അവസാനത്തെ അധ്യായം 24 അതിലും നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അന്ത്യഭാഗത്ത് 20-ാം അധ്യായത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. എല്ലാ സുവിശേഷത്തിലും കർത്താവ് ഇത് പറയുന്നതായിട്ട് ശിഷ്യന്മാർ രേഖപ്പെടുത്തിയത് അവർക്ക് ഈ കൽപ്പന നന്നായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. മനസ്സിലാക്കി എന്ന് മാത്രമല്ല, പെന്തക്കോസ്തായ്ക്ക് ശേഷം ശിഷ്യന്മാർ എല്ലാവരും പല ദിക്കുകളിലേക്ക് പോയി സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് അവർ പോയത്. നമുക്കറിയാം, നമ്മുടെ ഈ ഭാരതഭൂമിയിലും കർത്താവിൻ്റെ ശിഷ്യന്മാരായ ഒരാൾ തോമാസ് ശ്ലീഹ വന്നു. 52-ാം AD നമ്മുടെ കേരളത്തിൽ വന്ന് സുവിശേഷം അറിയിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യാക്കോബ് ശ്ലീഹ വളരെ ദൂരം സ്പെയിൻ ദേശം വരെ പോയി കർത്താവിനെ ഈ സുവിശേഷം അറിയിച്ചു. അതുപോലെ എല്ലാ ശിഷ്യന്മാരും സുവിശേഷം അറിയിക്കുന്നതിനായിട്ട് ലോകത്തിൻ്റെ പല ദിക്കുകളിലേക്ക് പോയി. ആ സുവിശേഷ ദൗത്യവുമായിട്ട് ശിഷ്യന്മാർ പോയ വഴിയിൽ കൂടി അന്നു മുതൽ ഇന്നു വരെ, ലോകത്തിൻ്റെ അവസാനം വരെ ക്രിസ്തു ശിഷ്യന്മാർ എല്ലായ്പ്പോഴും പോകുന്നുണ്ട്, പോകാൻ കടപ്പെട്ടവരാണ്. മാമോദിസ സ്വീകരിച്ച എല്ലാ വിശ്വാസികളും ഇതിന് കടപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു ആദ്യം, ഇതൊരു കൽപ്പനയാണെന്ന്. കൽപ്പനയാണെങ്കിൽ അത് അനുസരിക്കേണ്ട ഒരു കടമയുണ്ട്. ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഉപദേശം ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞ് മാറാമായിരുന്നു. അതൊരു ഉപദേശമല്ല, ഒരു സജഷനല്ല,
കർത്താവ് ഒരു കൽപ്പനയായിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ കൽപ്പന അനുസരിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് സഭ അന്നും ഇന്നും പ്രേക്ഷിതയായി നിലകൊള്ളുന്നത്. പ്രേക്ഷിത ദൗത്യം എല്ലാ വിശ്വാസികൾക്കും ഏൽപ്പിക്കപ്പെട്ടതാണ്, പ്രേക്ഷിതരാകുക. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രേക്ഷിതരാകാം? പല രീതികളിൽ നമുക്ക് പ്രേക്ഷിതരാകാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ കൂടി കർത്താവിൻ്റെ സുവിശേഷം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിന് നമുക്ക് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, ആർക്കും എന്നിലേക്ക് അടുക്കുവാൻ അല്ലെങ്കിൽ വരുവാൻ സാധിക്കുകയില്ല, പിതാവായ ദൈവം ആകർഷിച്ചില്ലെങ്കിൽ. അപ്പോൾ പിതാവായ ദൈവമാണ് യേശുവിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പിതാവായ ദൈവം യേശുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ആകർഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞു, ചോദിക്കുവാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ചോദിക്കുക, വിശ്വാസത്തോടു കൂടി ചോദിക്കുക. അതാണ് പ്രാർത്ഥന. അപ്പോൾ വിശ്വാസത്തോടു കൂടി നമ്മൾ പിതാവിനോട് ചോദിക്കുമ്പോൾ പുത്രനെ അറിയുന്നതിനുള്ള ആ ആകർഷണം അല്ലെങ്കിൽ അതിനുള്ള ഒരു സൗകര്യം പിതാവ് ഒരുക്കി തരും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഈശോ തന്നെ പറഞ്ഞു, വിളവുകൾ ഏറെ, വേലക്കാർ ചുരുക്കം. വിളവുകളുടെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ, വേലക്കാരെ അയക്കുവാൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്. പ്രാർത്ഥനയിൽ കൂടിയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. കൊച്ചു ത്രേസ്യ ഒരു വലിയ മിഷണറി ആയത് പ്രാർത്ഥന ത്യാഗവും വഴിയാണ്. കൊച്ചു ത്രേസ്യ ഒരിക്കലും ആ മഠം വിട്ട് പുറത്തു പോയിട്ടില്ല. ആ മഠത്തിൻ്റെ 4 ഭിത്തികൾക്ക് ഇരുന്നു കൊണ്ട് അവളുടെ പ്രാർത്ഥനയും ത്യാഗവും വഴി അനേകായിരങ്ങളെ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ സഹായിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് സഭ കൊച്ചു ത്രേസ്യയെ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതും ശക്തിയുള്ളതുമാണ്. സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു വഴിയാണ് പ്രാർത്ഥന, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ധാരാളം പേര് യേശുവിനെ പറ്റി അറിഞ്ഞിട്ടില്ലായിരിക്കാം, അറിയുവാനുള്ള ഒരവസരം അവർക്കില്ലായിരിക്കാം. നമ്മളറിഞ്ഞെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം. എന്നാൽ അറിയില്ലാത്തവരായ നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്കും ഈ വലിയ ഭാഗ്യം ലഭിക്കുന്നതിന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വാതിലുകൾ തുറക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലേക്ക് ദൈവം ഒഴുക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ചോദിക്കുവാൻ നിങ്ങൾക്ക് തരപ്പെടുമെന്നുള്ളത്. കർത്താവിൻ്റെ ആ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് പ്രാർത്ഥന വഴി നമുക്ക് വളരെ ശക്തിയായ രീതിയിൽ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പലയിടങ്ങളിലും സുവിശേഷവൽക്കരണത്തിനായി പ്രാർത്ഥനാ ഗ്രൂപ്പുകളെ കർത്താവ് ഉയർത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ കേരള പ്രദേശത്ത് തന്നെ ധാരാളം പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉള്ളതായിട്ട് എനിക്കറിയാം. അവർക്കെല്ലാം പ്രചോദനം നൽകി, അവർക്കെല്ലാം പ്രേരണ നൽകി പ്രാർത്ഥിക്കുന്നതിനായിട്ട്, മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവരെ തയ്യാറാക്കുകയാണ്. ആദ്യകാലത്തെ സുവിശേഷ വൽക്കരണത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശിഷ്യന്മാരെല്ലാവരും ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം
ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കർത്താവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം എല്ലാവരും ഉടനെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഓടിയില്ല. അവരെല്ലാവരും മാതാവിനോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒരുങ്ങി. അവസാനം പരിശുദ്ധാത്മാവ് അവരിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ശക്തിപ്പെട്ടപ്പോൾ അവർ സുവിശേഷം എത്തിച്ചു കൊടുക്കുന്നതിനായിട്ട് പല ദിക്കുകളിലേക്ക് പോയി. ആ ആദിമസഭയിലും കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥന വഴിയാണ് അവർ ഒരുങ്ങിയത് എന്ന് നമുക്കറിയാം. അതുപോലെ ശിഷ്യന്മാർ പത്രോസ്, പൗലോസ് ഒക്കെ സുവിശേഷ പ്രഘോഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരെ സഹായിക്കാൻ ധാരാളം സഹോദരങ്ങൾ യെരൂസലേമിലും മറ്റു പ്രദേശങ്ങളിലും പ്രാർത്ഥന വഴി അവരെ സഹായിക്കുന്നതിനായിട്ട് ഉണ്ടായിരുന്നു. അവർ ജയിലിലടച്ചപ്പോഴും അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വിശ്വാസികളുടെ സമൂഹത്തിൻ്റെ പ്രാർത്ഥന അവരെ സഹായിച്ചു. പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സുവിശേഷവൽക്കരണത്തിനുള്ള വഴി. പ്രാർത്ഥന കൂടാതെ പ്രവർത്തനം, നമ്മുടെ പലവിധമായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ കൂടി കർത്താവിൻ്റെ സുവിശേഷം അറിയുന്നതിന് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മൾ ഉപകരണമായി മാറാം. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് അതിനെ പ്രശംസിക്കാറുണ്ട്. വിശ്വാസികൾ, സഭയുടെ സേവനങ്ങൾ, അത് വിദ്യാഭ്യാസത്തിലായാലും വികസനത്തിലായാലും ആതുര ശുശ്രൂഷയിലായാലും ഇതെല്ലാവരും ധാരാളമായി മാനിക്കപ്പെടുന്ന ഒരു സേവന അവസരങ്ങളാണ്. എന്തുകൊണ്ട് നമ്മൾ ഈ സേവനം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു? കർത്താവിൻ്റെ ആ കൽപ്പന, മറ്റുള്ളവരെ സേവിക്കുക. നല്ലവനായ അയൽക്കാരൻ്റെ ഉപമ വഴി കാണിച്ചു കൊടുത്ത, അല്ലെങ്കിൽ അന്ത്യാത്താഴത്തിൻ്റെ സമയത്ത് കാണിച്ചു കൊടുത്ത ആ സേവനത്തിൻ്റെ ആ വലിയ ഉദാഹരണം, അത് ഇന്നും സഭയും വിശ്വാസികളും അനുകരിച്ചു പോരുകയാണ്. ആ സേവനങ്ങളിൽ കൂടി കർത്താവിനെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവസരമൊരുക്കുകയാണ്. ആ സേവനം നമ്മുടെ പ്രവൃത്തികളിൽ കൂടി കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്ന മാർഗമായി തീരുകയാണ്. അപ്പോൾ സേവനങ്ങളിൽ കൂടി കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് മറ്റുള്ളവർക്ക് അറിയിക്കാൻ സാധിക്കും. ഈ സേവനം മാത്രമായി ഇരിക്കാതെ അതിൽ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം ആ സേവനം അനുഭവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എനിക്കറിയാം, പല സഹോദരികളും രോഗി ശുശ്രൂഷ നടത്തുന്ന അവസരത്തിൽ അവർക്ക് മരുന്ന് കൊടുക്കുന്നത് കൂടാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കറിയാം, അവർക്ക് വിശ്വാസമുണ്ട്, സുഖപ്പെടുത്തുന്നത് ദൈവമാണ്, മരുന്ന് ഒരു ഉപകരണം മാത്രം. ആ വിശ്വാസത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അവർ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം അവർക്ക് ലഭ്യമാകുന്നു. കർത്താവിനെ പറ്റി അറിയുന്നതിന് അവരിൽ ഒരു ഉത്സുകത ഉണ്ടാകുന്നു. അപ്പോൾ സേവനങ്ങളെല്ലാം കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുന്നതിനുള്ള രംഗങ്ങളായി, മാർഗങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നു. അതുകൂടാതെ നമ്മുടെ വാക്കുകൾ വഴി നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതിന് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾ കാണുന്നത് വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തകനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യരെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ തന്നെ ഈ ദേശത്ത് വന്ന് കർത്താവിൻ്റെ സുവിശേഷം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വഴി, പ്രവർത്തനങ്ങൾ വഴി എല്ലാവരെയും അറിയിച്ചു.
വളരെ തീക്ഷ്ണമതിയായ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു ഫ്രാൻസിസ് സേവ്യർ. ഫ്രാൻസിസ് സേവ്യർ നമ്മുടെ ഈ ദേശത്ത് സുവിശേഷം അറിയിക്കുക, അതുകൊണ്ട് തൃപ്തിപ്പെടാതെ മറ്റു ദേശങ്ങളിലേക്കും ജപ്പാനിലേക്കും ചൈനയിലേക്കുമെല്ലാം പോകുന്നതിന് വഴിയൊരുക്കി. ചൈനയിൽ പോയി സുവിശേഷം അറിയിക്കുന്നതിനുള്ള വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ആ സുഖം വിട്ട് അത് സാധിച്ചില്ല. പക്ഷേ ഫ്രാൻസിസ് സേവ്യർ സുവിശേഷം തൻ്റെ വാക്കുകളിൽ കൂടി മറ്റുള്ളവരെ അറിയിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയാണ്. അതുകൊണ്ടാണ് സഭ ഫ്രാൻസിസ് സേവ്യരെയും പ്രേക്ഷിതരുടെ മധ്യസ്ഥനായി വിളിക്കുന്നത്. ഒരു വശത്ത് പ്രാർത്ഥന വഴി കൊച്ചു ത്രേസ്യ കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചു, മറുവശത്ത് ഫ്രാൻസിസ് സേവ്യർ തൻ്റെ വാക്കുകൾ വചനങ്ങൾ വഴി കർത്താവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് അറിയിച്ചു. അപ്പോൾ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും സുവിശേഷം അറിയിക്കേണ്ടതായിട്ടുള്ള കടമയുണ്ട്. ആ കടമ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ കഴിവുകൾ അനുസരിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. പ്രാർത്ഥന വഴി നമുക്ക് സഹായിക്കാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സ്നേഹവലയത്തിൽ നമ്മുടെ മിത്രങ്ങളായിട്ട്, നമ്മുടെ അയൽവക്കാരായിട്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിട്ട് പലരും ഉണ്ടായിരിക്കാം കർത്താവിനെ അറിയാത്തവരായിട്ട്. നമ്മളുടെ സ്നേഹിതരാണ്, പക്ഷേ യേശുവിൻ്റെ സ്നേഹിതരല്ല. അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെങ്കിലും അവർക്ക് കിട്ടും. നമ്മളൊരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ പ്രാർത്ഥന ഫലിച്ചില്ലല്ലോ, നമ്മുടെ പ്രാർത്ഥന ഫലം തന്നില്ലല്ലോ എന്നൊരിക്കലും വിചാരിക്കുക. നമ്മുടെ പ്രാർത്ഥന എന്നും ഫലം തരുന്നവനായ ദൈവം എന്നെങ്കിലും തരും. അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടാതെ നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഗ്രഹിക്കുന്നതിനും ശ്രവിക്കുന്നതിനും ഉള്ള അനുഗ്രഹം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ഹൃദയം കർത്താവ് അതിനുവേണ്ടി ഒരുക്കുന്നതിനും തുറക്കുന്നതിനും നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അതുവഴി കർത്താവിൻ്റെ സുവിശേഷം നമുക്കറിയിക്കാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ആ കടമ നമുക്ക് പല രീതിയിൽ നിർവഹിക്കാം. നമ്മുടെ കഴിവുകളനുസരിച്ച് അത് ഉപയോഗിക്കാം. നമ്മുടെ സഹായങ്ങൾ വഴി നമുക്ക് അത് മറ്റുള്ളവർക്ക് സുവിശേഷം എത്തിച്ചു കൊടുക്കാം. ദൈവവചനം പലർക്കും കിട്ടാത്തതായിട്ടുണ്ട്. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വചനം നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. എനിക്കറിയാം പല സഹോദരങ്ങളെയും അവർ സുവിശേഷം അല്ലെങ്കിൽ ബൈബിൾ വാങ്ങി തൻ്റെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. ഇത് ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി ഏർപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ പ്രവൃത്തികൾ വഴി, നമ്മുടെ ധനസഹായം വഴി പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കാനും സാധിക്കും. അപ്പോൾ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും മറ്റുള്ളവരെ സുവിശേഷത്തിൻ്റെ ആ വെളിച്ചം ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ഇതിന് പ്രാപ്തരാക്കട്ടെ. സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാം. ആദിമസഭയിലെ പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തിയതുപോലെ ഇന്നും പ്രേക്ഷിതരെ ശക്തിപ്പെടുത്തുന്നതും ധൈര്യം കൊടുക്കുന്നതുമെല്ലാം പരിശുദ്ധാത്മാവാണ്. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ എതിരുകൾ ഉണ്ടാകാറുണ്ട്. അതിന്നത്തെ ഒരു പ്രതിഭാസമല്ല. ആദിമസഭയിലും കർത്താവിന് തന്നെയും ആ എതിരുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സഹനവും ത്യാഗവും എല്ലാം സുവിശേഷവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അതെല്ലാം തരണം ചെയ്യുന്നതിന് ശക്തി തരുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്.
പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ശക്തിയേറുന്ന ഇടപെടൽ പരിശുദ്ധാത്മാവ് വഴിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം, പ്രേക്ഷിതരെ ശക്തിപ്പെടുത്താൻ, അതുപോലെ വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ, അതുപോലെ എതിരുകളെ നേരിടുന്നതിനും തരണം ചെയ്യുന്നതിനും ഉള്ള ശക്തിയും ധൈര്യവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അന്നത്തെ പോലെ ഇന്നും നമ്മളെല്ലാവരെയും സഹായിക്കും. പ്രേക്ഷിത പ്രവർത്തകരായി തീരുന്നതിനും പ്രേക്ഷിത പ്രവർത്തനം വീണ്ടും നടന്നു പോകുന്നതിനും വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സഹായിക്കും. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സുവിശേഷ പ്രഘോഷകരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരെയും പരിശുദ്ധാത്മാവ്, നല്ലവനായ പിതാവായ ദൈവം ഈശോ നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.